ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകല്ലേ. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടെ താങ്ക് യു സോ മച്ച്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് ലാസ്റ്റ് ഡേ ആണ്. ഇന്ന് ഞങ്ങൾ തിരിച്ച് ചെന്നൈക്ക് പോകുന്ന ദിവസമാണ് കേട്ടോ. ഇത്രയും ദിവസം ഞങ്ങൾ നാട്ടിലുണ്ടായിരുന്നു. രാവിലെ തന്നെ ഞാൻ കഴിക്കുന്നത് പത്തിരിയും നല്ല ബീഫ് പുരട്ടിയതുമാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ വരുമ്പോൾ ഞാൻ എന്നും പത്തിരിയും ബീഫ് പുരട്ടിയതൊക്കെയാണ് കഴിക്കുന്നത് കേട്ടോ. ചെന്നൈ പോയി ഇതുപോലെ നല്ല ബീഫ് പുരട്ടിയതും ഒന്നും കിട്ടത്തില്ലല്ലോ, നല്ല ബീഫൊന്നും കിട്ടത്തില്ലല്ലോ. അത് കാരണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പത്തിരിയും ബീഫ് പുരട്ടിയതും കഴിച്ചതിന് ശേഷം ഞാൻ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. എവിടെയാണെന്നറിയാം, ബാങ്കിലോട്ട് പോകാൻ ഞാനും ഇക്കായും കൂടെ. അപ്പോൾ ഞങ്ങൾ ഇന്ന് സ്കൂട്ടിയിലാണ് പോകുന്നത്. എപ്പോഴും കാറിലല്ലേ പോകുന്നത്, സ്കൂട്ടിയിൽ പോകാൻ തോന്നിയത്. കാരണം നല്ലൊരു മഴയും പ്രത്യേക ഒരു വൈബ്, നല്ല രസമുണ്ട്. കണ്ടില്ലേ, ഈ സ്കൂട്ടി പോകുകയാണെങ്കിൽ ജങ്കാറിലൊന്നും കയറണ്ട, പാലത്തിൻ്റെ സൈഡിൽ കൂടെ കയറിപ്പോൾ നല്ല പ്രത്യേക ക്ലൈമറ്റാണ് കേട്ടോ. മഴയൊന്ന് തോന്നി നിൽക്കുന്ന സമയമാണ് ഞങ്ങൾ പെട്ടെന്ന് സ്കൂട്ടി പോയത്. നല്ല മനോഹരമായ സ്ഥലമാണ് ഈ ഒരു ഏരിയയിലൊക്കെ. പുളുക്കി എന്ന് പറയാം, അറിയുമോ? അറിയുന്നവരാണെങ്കിൽ ഒന്ന് പറയണേ. അതിനുശേഷം പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഉമ്മ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കണവ റോസ്റ്റ്, ചോറ്, പിന്നെ പയറ് തോരന്, പിന്നെ ഉമ്മയുടെ അടിപൊളി മാങ്ങാച്ചാറാണ് കേട്ടോ, ഉണക്കിയിട്ട മാങ്ങാച്ചാറാണ്. അങ്ങനെ ഞാൻ കഴിച്ചു തരാം ഞാൻ എന്തൊക്കെയാണ് കഴിക്കുന്നത് നല്ലത് കേട്ടോ. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ ഉമ്മ എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറ്, മാങ്ങാച്ചാറ്, കണവ റോസ്റ്റ്, നല്ല അടിപൊളി കണവ റോസ്റ്റാണ്. അതുപോലെ തന്നെ പയറുപ്പേരി എന്നൊക്കെ പറയത്തില്ലേ, പയർ തോരൻ, പിന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കറി. അത് രാവിലത്തെ കേട്ടോ ബീഫ് കറി. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇച്ചിരി കൂടെ ഗ്രേവി ആക്കി എടുത്തിട്ടുണ്ട്. രാവിലെ നല്ല തിക്കായിട്ടിരിക്കുമായിരുന്നു, ഇപ്പോൾ കുറച്ച് ലൂസായിട്ട് എടുത്തിട്ടുണ്ട്. അങ്ങനെ അതും കഴിച്ച് പിന്നെ അതിന് ശേഷം ഞാനാണെങ്കിൽ മുകളിലോട്ട് പോവുകയാണ്. എന്തിനാണെന്നറിയോ, ഞങ്ങളുടെ തുണിയൊക്കെ അവിടെ ഞാൻ ഉണക്കാൻ ഷെഡിനകത്ത് ഇട്ടിട്ടുണ്ട്. അതൊക്കെ എടുത്ത് പാക്ക് ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈവനിങ് ആയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാം ഞാൻ അവിടെ ഒരു ഷെഡ് ഉണ്ടായിരുന്നു, ആ ഷെഡിൽ മഴയാതെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേരയ്ക്ക നിൽക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് പേരയ്ക്കയും കൂടെ പറിച്ചുകൊണ്ട് പോവാം, നമുക്ക് വണ്ടിയിലിരുന്ന് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് കുറേ പഴുത്ത പേരയ്ക്കയൊക്കെ ഞാൻ പറിച്ച് എടുക്കുവാണ്. കവർ കെട്ടിയിട്ടേക്കുമായിരുന്നു, കിളി കൊത്താതിരിക്കാൻ വേണ്ടി. ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു 10-12 എണ്ണം ഞാൻ പറിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള മധുരമുള്ള പേരയ്ക്കയാണ്. അപ്പോൾ ഞാൻ കുറേ പറിച്ചെടുത്ത് അങ്ങോട്ട് പോകുമ്പോൾ കഴിച്ചുകൊണ്ട് പോകാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് എടുത്തതാണേ. ഒരുപാടുണ്ട് കേട്ടില്ലേ, നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. ഞാനപ്പോൾ ആകെ പറിച്ചെടുത്തത് ഇത്രയുമാണ്. വേറൊരു പാത്രത്തിൽ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒത്തിരി പറിച്ചെടുത്തതിന് ശേഷം പിന്നീട് ഞങ്ങളൊരു ഷവർമ്മ മേടിച്ച് കഴിച്ചു. തൊട്ടപ്പുറത്തെ കടയുണ്ട്, നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറത്തൊരു ഹോട്ടലുണ്ട്. അവിടെ നിന്ന് എല്ലാവരും ഓരോ പ്ലേറ്റ് ഷവർമ്മ മേടിച്ചു. കിച്ചു ഒരു പ്ലേറ്റ് ഷവർമ്മ മേടിച്ചപ്പം എനിക്കും കൊണ്ട് തന്നു. അപ്പോൾ അതിന് ഞാനും കഴിച്ചു. എല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ദുആ ചെയ്യുകയാണ്. യാസീനൊക്കെ ഓതി ദുആ ഒക്കെ ബാപ്പ ചെയ്തിട്ട് ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങും. ബാപ്പായും ഉമ്മായും ഒക്കെ ഞങ്ങളെ യാത്രയാക്കുകയാണ്. ഞങ്ങളപ്പോൾ ഒരു 11 മണി ആയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ഇറങ്ങുമ്പം. അങ്ങനെ ഞങ്ങൾ പോയത് വലിയഴിക്കൽ റോഡിൽ കൂടെ, ആറാട്ടുപുഴ വലിയഴിക്കൽ റോഡിൽ കൂടെ കായംകുളം കയറിയാണ് പോയത്. ഇവിടെങ്ങും ആരും ഇല്ല ആ ടൈമായിട്ടും. ആ സൈഡിലെല്ലാം കടലാണ് ഈ കാണുന്നത്, കണ്ടില്ലേ. നല്ല ഇരുട്ടും അതുപോലെ തന്നെ ആരുമില്ല ഈ ടൈമിലെങ്ങും. ഞങ്ങളുടെ കാറ് മാത്രമേ നോക്കിയിട്ട് റോഡിൽ കാണുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയി ഡീസലൊക്കെ അടിച്ചു. പിന്നെ മൂത്രമൊക്കെ ഒഴിക്കണമായിരുന്നു, ഇടയ്ക്ക് പോയി മൂത്രമൊക്കെ ഒഴിച്ച്. പിന്നെ ഇത് ചെങ്കോട്ട വഴിയാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ നല്ല മനോഹര യാത്ര ഞങ്ങളുടെ തുടരുകയാണ്. ആ സമയത്തൊക്കെ മക്കൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. 2 മണിയൊക്കെ ആയപ്പോഴേക്കും മക്കൾ ഉറങ്ങി. പിന്നെ ഞാനും ഇക്കായി മാത്രം ഉണർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് വണ്ടിയൊക്കെ വരുന്നുണ്ടായിരുന്നു. ഇത് എസ് പോലത്തെ റോഡാണ്. ഇവിടുത്തെ വലിയ വണ്ടിക്ക് കയറാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കാരണം ആ വണ്ടി കയറി വരുന്നത് കാരണം ഞങ്ങളിവിടെ സൈഡിൽ ഒതുക്കിയിട്ട് കൊടുത്തതാണ്. കാരണം ഭയങ്കര മഴയും വണ്ടിക്ക് തിരിഞ്ഞ് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അത് കാരണം ഞങ്ങൾ മാറ്റിയിട്ട് കൊടുത്തു. അങ്ങനെ അത് കയറി വന്നു. പിന്നെ ഞങ്ങൾ ഇറങ്ങി പോവാണ്. അപ്പോൾ ഒരുപാട് വലിയ വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടി അതൊക്കെ വൺ സൈഡിൽ കൂടെ പോവുകയാണ്. അപ്പോൾ ഞങ്ങൾ ഇപ്പുറത്തെ സൈഡിൽ കൂടെ ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ തന്നെ സമയം ഒരു 2:30 ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ ആരും ഇല്ലാത്ത സ്ഥലമാണ്, വിജനമായ റോഡെന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ആരും ഇല്ലാത്ത സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ തമിഴ്നാട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. തമിഴ്നാട്ടിൽ ഉത്സവമാണ് കേട്ടോ. അങ്ങനെ തമിഴ്നാട്ടിൽ 2 സൈഡിലും അതാണ് ലൈറ്റൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചത്. പിന്നെ ഇവിടെ നിർത്തി കുറച്ച് നേരം ഞങ്ങൾ ചായയൊക്കെ വാങ്ങിച്ചു കുടിച്ചു. മക്കൾ ഉറക്കമായിരുന്നു. പിന്നെ ഞാനും ഇക്കായും ചായയൊക്കെ വാങ്ങിച്ചു കുടിച്ചു. ഒരു 10 മിനിറ്റ് ഇവിടെ ഇറങ്ങി നിന്നു. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. ഈ ലൈറ്റ് കണ്ടില്ലേ, എന്താ സംഭവം എന്ന് എനിക്ക് അറിയുന്നില്ല. ദൂരെ നിന്ന് ഞാൻ കണ്ടപ്പോൾ തന്നെ ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ്. റെഡ് ലൈറ്റ് ഇങ്ങനെ കത്തി ഇരിക്കുന്നുണ്ട്. എല്ലാ അമ്പലത്തിലും ഉത്സവം ആയതുകൊണ്ടാണ് ലൈറ്റ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ വെളുപ്പിന് 5 മണി ആയിട്ടുണ്ട് കേട്ടില്ലേ, 5 മണി ആയിട്ടുണ്ട്. നേരം വെളുത്തു. ഞങ്ങളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. എങ്ങും നിർത്തിയതേ ഇല്ല. അപ്പം എങ്ങനെയെങ്കിലും നമുക്ക്
ഞങ്ങളിപ്പോൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഏർവാടിയിലോട്ടാണ് പോകുന്നത്. ഈ ടാങ്കിലൊക്കെ വെള്ളം കൊണ്ടുവരുന്ന കണ്ടില്ലേ, പെണ്ണുങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന കണ്ടില്ലേ. അങ്ങനെ ഞങ്ങൾ ഏർവാടിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഏർവാടി ചന്ദനക്കുടമാണ് കേട്ടോ. അതാണ് ഇങ്ങനെ കാർച്ച പോലെ കെട്ടി വെച്ചേക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ഏർവാടിയിൽ നിന്ന് വേറൊരു പള്ളിയുണ്ട്, ജിന്നിപ്പള്ളി എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്. ആ പള്ളിയിലോട്ട് നമ്മുടെ കാർ അവിടെ കൊണ്ടിട്ടിട്ട് ഞങ്ങൾ ഈ ഓട്ടോ പിടിച്ച് പോവുകയാണ്. അവിടെ നിന്നൊരു 5 മിനിറ്റ്സേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിനകത്തൂടെ കാർ കയറി പോകത്തില്ല, അത് കാരണം ഓട്ടോയിലാണ് ഞങ്ങൾ പോകുന്നത്. ഈ പള്ളിയാണ് കേട്ടോ അത്. അവിടെ പോയി പിന്നെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്നു. ഈ പള്ളിയൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, ഈ പള്ളിയിലൊക്കെ പോയിട്ടുള്ളവരാണ്. ഇവിടെ എഴുതിയേക്കുന്ന ബോർഡുകൾ കണ്ടില്ലേ, മൊത്തം മലയാളത്തിലാണ് ബോർഡ് എഴുതി വെച്ചേക്കുന്നത്. തമിഴ്നാടാണ് സംഭവം, പക്ഷേ ബോർഡുകൾ മൊത്തം മലയാളമാണ്. ഹോട്ടലുകളും ചായക്കടകളും എല്ലാം മലയാളത്തിലാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചിറങ്ങി വന്നപ്പോഴും ഒരു ഓട്ടോ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ ഓട്ടോയിൽ കയറി ഞങ്ങൾ ഏർവാടിയുടെ ഫ്രണ്ടിൽ വന്നെത്തി. ഏർവാടി ലൈറ്റൊക്കെ ഇട്ടേക്കുന്നത് എന്താ പറയുക, ഇത് ചന്ദനക്കുടം ആയതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഏർവാടിയിൽ കൊടിയൊക്കെ ഉയർത്തിയിട്ടുണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ, അവിടെ വന്ന് കിടക്കുവാണ്. ഞങ്ങൾ പിന്നെ പെട്ടെന്ന് അങ്ങ് പോയി. ഇതേ കൊടി ഉയർത്തിയേക്കുന്നത് കണ്ടോ, ചന്ദനക്കുടം ആയതുകൊണ്ട് കൊടിയൊക്കെ ഉയർത്തിയേക്കുവാണ്. പിന്നെ കുറേ നേരം ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന്. കാരണം എന്താണെന്ന് പറയുക, ഞങ്ങൾക്ക് ഇന്നിവിടെ ഫുഡ് വെച്ച് കൊടുക്കണമായിരുന്നു. ഞങ്ങൾ ഏർവാടിയിൽ എല്ലാ വീക്കിലും ഒരു നാൾ ഫുഡ് വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്നത്തെ ദിവസം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എൻ്റെ ഇക്കടയും കൈ കൊണ്ട് കൊടുക്കണമെന്ന്. അത് കാരണം ഞങ്ങൾ വരുന്നതിന് മുമ്പേ വിളിച്ച് പറഞ്ഞത് ഒരു ചെമ്പ് കഞ്ഞിയാണ് ഇക്ക കൊടുക്കുന്നത് കണ്ടില്ലേ. ഞാനാണെങ്കിൽ ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഞാൻ ബിരിയാണി കൊടുക്കുന്നത്. അപ്പോൾ പിന്നെ ഇക്ക കൊടുത്ത് ഇവർ ഈ പെണ്ണുങ്ങളെല്ലാം കൂടെ വന്ന് ഭയങ്കര ഇടിയായിരുന്നു. അത് കാരണം ഇക്ക മാറി കൊടുത്തു, അവിടെ ഉള്ളവരുടെ തന്നെ കൊടുത്തു. അവർ തന്നെ പിന്നെ സെർവ് ചെയ്ത് കൊടുക്കണം. അമ്മുദേ എല്ലാവർക്കും ഗ്ലാസ് കൊണ്ട് കൊടുക്കുന്നുണ്ട് കഞ്ഞി ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി. അങ്ങനെ പിന്നെ ഞാൻ പിന്നെ ബിരിയാണിയാണ് എല്ലാവർക്കും ഓരോ പാക്കറ്റ് കൊടുക്കുന്നത്. എൻ്റെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുകയാണ് ബിരിയാണി കൊടുത്തപ്പോൾ. ലാസ്റ്റ് ഞാൻ പറഞ്ഞു ഞാൻ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ് അവിടെയുള്ള ഉസ്താദിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു ഇത് കൊടുക്കാവോ എന്ന് ചോദിച്ചു. കണ്ടില്ല, എന്നെ പിടിച്ച് വലിച്ചുകൊണ്ട് പോവുക ബിരിയാണിക്ക് വേണ്ടി. അങ്ങനെ ഇക്ക എന്നോട് പറഞ്ഞ് കൊടുത്തിട്ട് വാ, അവർ തന്നെ കൊടുത്തോളൂ എന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവർക്കും ഫുഡൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. ഞങ്ങളിവിടെ നേർച്ച ഒന്നും ചെയ്യത്തില്ല, എല്ലാവർക്കും ഫുഡ് വെച്ച് കൊടുക്കും, അങ്ങനെയാണ് ചെയ്യുന്നത്. ഏർവാടിയിൽ എല്ലാ വീക്കിലും ഞങ്ങൾ ഫുഡ് വെച്ച് കൊടുക്കാൻ വേണ്ടി പൈസ അയച്ചു കൊടുക്കും. അപ്പോൾ അവർ ഫുഡ് വെച്ച് കൊടുക്കുന്നതിൻ്റെ വീഡിയോ നമുക്ക് കൊടുക്കുന്നതൊക്കെ നമുക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരും കേട്ടോ. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഞങ്ങൾ ഏർവാടിയിൽ നിന്ന് വിടുകയാണ് കേട്ടോ. ഇനി ഏർവാടിയിൽ നിന്ന് ഞങ്ങൾ പോകുന്നത് ചെന്നൈക്കാണ് കേട്ടോ. ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല കേട്ടോ, ഓട്ടോ ഓടുകയാണ്. അപ്പോൾ ഞങ്ങൾ ഫ്രഷ് ആകാൻ വേണ്ടി മാത്രം ഒരു റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീട്ടിൽ നിന്ന് പറിച്ചിട്ടുണ്ടെന്ന് പേരൊക്കെയാണ്. ഞാൻ ഇവിടെ നിന്നൊരു ചെറിയ കത്തിയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇവിടെ ഒന്നും ആൾതാമസം ഇല്ലാത്ത സ്ഥലമാണ്, നമുക്കൊരു ഫുഡ് കഴിക്കാനൊന്നും ഇതില്ല കേട്ടോ. ഞാൻ പിന്നെ അങ്ങനെ ഇതൊരു നമ്മൾ അവിടെ കൊടുത്ത ബിരിയാണിയുടെ ഒരു നേർച്ച ബിരിയാണി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മക്കളോട് പറഞ്ഞു ഇത് കഴിച്ചിട്ട് എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഹോട്ടൽ കാണുകയാണെങ്കിൽ ഫുഡ് കാണാമെന്ന്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ രാമേശ്വരം റോഡാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ മെയിൻ റോഡിൽ കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരുകയാണ്. മനോഹരമായ യാത്രയാണ് കേട്ടോ. വഴിയിലിട്ട് ഓരോരുത്തരും ഓരോന്ന് വിൽക്കുന്നത് കണ്ടില്ല. അപ്പോൾ അത് കണ്ടപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്തതാണ് കേട്ടോ. അങ്ങനെ നല്ല മനോഹരമായ യാത്രയായിരുന്നു ഞങ്ങളുടേത്. കാരണം ഞങ്ങളാരും ഫസ്റ്റ് ടോൾ ഗേറ്റ് എത്തിയിട്ടുണ്ട്. ഞങ്ങളാരും ഉറങ്ങിയിട്ടില്ല, കാരണം രാത്രി 11 മണിക്ക് ഞങ്ങൾ അവിടെ നിന്ന് വിട്ട് വന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഇന്ത്യൻ എന്ന് പറയുന്നൊരു ഹോട്ടൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഓർത്തു അതിനകത്ത് കയറി എന്തെങ്കിലും മീൽസ് കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ച് കയറിയതാണ്. അങ്ങനെ വേറെ ഹോട്ടലൊന്നും അവിടെ കണ്ടിട്ടില്ല. ഞങ്ങൾ പോയിട്ട് റിവേഴ്സ് എടുത്ത് വന്നതാണ് കേട്ടോ ഹോട്ടൽ കണ്ടോണ്ട്. അങ്ങനെ ഞങ്ങൾ ഓർഡറൊക്കെ ചെയ്തിട്ട് ഞാൻ കുറച്ച് അതിൻ്റെ റീൽസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ അമ്മുവൊക്കെ ഉറക്കത്തിൽ നിന്ന് എണ്ണിച്ച് വന്നിരിക്കുകയാണ്. അമ്മു വണ്ടി കിടന്ന് ഉറങ്ങുമായിരുന്നു. ഞാൻ അമ്മുവിനെ വിളിച്ചുകൊണ്ട് വന്നതാണ് ഫുഡ് കഴിക്കാൻ. അപ്പോൾ ഇവിടുത്തെ നല്ല രസമുണ്ട്. ഇത് കണ്ടപ്പോൾ ഞാൻ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്ന ലൈറ്റൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്താണ്. നല്ല മനോഹരമായിട്ടില്ല, നല്ല ബ്യൂട്ടിഫുൾ അല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാം അല്ലേ. അങ്ങനെ എടുത്തു. പിന്നെ അവർ മീൽസാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. വേറെ എന്തെങ്കിലും വാങ്ങിച്ചു കഴിക്കാൻ ഞങ്ങൾക്ക് പേടിയായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വെജ് മീൽസാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓരോ 5 വെജ് മീൽസ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഉരുളി പോലെ പൊട്ടുന്ന പാത്രത്തിലാണ് ഓരോരുത്തർക്കും മീൽസ് കൊണ്ടുതരുന്നത്. റൈസും എല്ലാവർക്കും ഓരോ പ്ലേറ്റ് കറികളുമായിട്ട് കൊണ്ടുതരും. അങ്ങനെ പപ്പടം ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓരോ മീൽസ് എടുത്ത് വെച്ച് കഴിച്ചു. അങ്ങനെ ഞങ്ങളുടെ പാത്രമൊക്കെ ഫിനിഷായി. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ ഇറങ്ങുകയാണ്. ഇനി കുറേ നേരത്തേക്ക് നമുക്ക് അവിടെ എങ്ങും കടകളൊന്നും ഇല്ലാത്ത സ്ഥലമാണ്. പിന്നെ അങ്ങനെ കുറേ ഓടുവാണ് കേട്ടോ. അക്കുവും അമ്മുവും കിച്ചും കൂടെ കയറി ഇരിക്കുന്നുണ്ട്. ഇവർ ബ്ലാങ്കറ്റൊക്കെ കൊണ്ടുവന്ന് വണ്ടിയുടെ അകത്താണ് ഈ കാണിക്കുന്നത് 3 പേരുടെ. കർട്ടനൊക്കെ കെട്ടിയിട്ടിട്ട് കിടന്ന് ഉറങ്ങുകയാണ്, വെളിച്ചം അടിക്കുന്നത് പറഞ്ഞുകൊണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ കർട്ടനൊക്കെ അങ്ങ് പൊട്ടിച്ച് വണ്ടിയുടെ അകത്ത് കാണിക്കുന്ന കോപ്രായങ്ങളായത് കണ്ട. അങ്ങനെ ഞങ്ങൾ രാവിലെ ഞങ്ങൾ 1 മണിക്കൂർ ഫ്രഷ് ആവാൻ വേണ്ടി മാത്രം ഏർവാടി റൂം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളവിടെ സ്റ്റേ ചെയ്താൽ നമ്മൾ ഓടിച്ച് ചെന്നൈയിൽ എത്തത്തില്ല, കാരണം ഇപ്പം തന്നെ സമയം ഇത്രയായിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രാത്രി 11 മണിക്ക് ഇറങ്ങിയതാണ്. ഇപ്പം തന്നെ സമയം 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വഴി നീള അക്കാമാർ ഓരോന്ന് വിൽക്കുന്നത് കണ്ടില്ല, സെയിൽ ചെയ്യുവാണ്. അവരെന്താണ് ഫ്രൂട്ട്സ് ഉണ്ട്, കുറേ ഉപ്പിലിട്ട മാങ്ങ ഉണ്ട്, അങ്ങനെ ഓരോ സാധനങ്ങളുണ്ട് കേട്ടോ. പക്ഷെ ഞങ്ങളതൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ വഴിയിൽ നിന്നൊക്കെ കഴിച്ചാൽ നമുക്ക് പണി കിട്ടുമെന്ന് അറിയാവുന്നതുകൊണ്ട് ഞങ്ങളൊന്നും വഴിയിൽ നിന്ന് വാങ്ങാറില്ല. ഞങ്ങളുടെ കയ്യിൽ തന്നെ ഒരുപാട് സ്നാക്സും ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുവാണ്. കാരണം വഴിക്ക് ഹോട്ടലുകളൊന്നും കാണുന്നില്ല.
അപ്പോൾ ഞങ്ങൾ കുറേ അങ്ങനെ ഓടുകയാണ്, ഓടി 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 പിന്നെ എങ്ങനെയെങ്കിലും നമുക്ക് ചെന്നൈ എത്താമെന്ന് വിചാരിച്ച് ഓടുവാണ്. നമ്മളെങ്ങും സ്റ്റേ ചെയ്തിട്ടില്ലായിരുന്നു. പിന്നെ വഴി ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. ഞാനും ഇക്കയും ചായയൊക്കെ കുടിച്ച് ഞാൻ ഒരു 2 ബജ്ജിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. മക്കൾക്ക് വേണ്ടാന്ന് പറഞ്ഞത് കാരണം അവർക്ക് വാങ്ങിച്ചില്ല, ഞാൻ വാങ്ങിച്ച് കഴിച്ചു. ഇതാണിത് ഇവിടുത്തെ എന്താണ് തൃച്ചിയാണിത് കേട്ടോ. തൃച്ചിയിലെ SRM മെഡിക്കൽ കോളേജാണിത്. തൃച്ചി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. കണ്ടില്ലേ, തൃച്ചി പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ പോയി ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തൃച്ചി വരെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയും ഉണ്ട്, ഒരുപാട് ലോങ് ആണ്, ഓടാറുണ്ട്. ചെന്നൈയിലെത്താൻ ഇനി ഒരുപാട് ഓടണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോകുന്ന ഓരോ വീഡിയോസും ഞാൻ ജസ്റ്റ് നിങ്ങളുടെ മുന്നിലോട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഇത്രയും അധികം വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാ വട്ടവും ഞങ്ങൾ വരുമ്പോൾ കിച്ചുവിനെ കൊണ്ടുവരാറില്ല. കിച്ചുവാണ് റെസ്റ്റോറൻ്റ് ഒക്കെ നോക്കാറുള്ളത്. അപ്പം ഞാനും അമ്മുവും ഇക്കായും അക്കുവും കൂടാണ് വരാറുള്ളത്. ഈ വട്ടം ഞങ്ങൾ കിച്ചുവിനെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. കാരണം 10 ദിവസം ക്ലോസ് ചെയ്തിടാമെങ്കിൽ നമുക്ക് സമാധാനത്തിൽ നാട്ടിൽ നിൽക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ കിച്ചുവും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം സമാധാനത്തിലാണ് നാട്ടിൽ നിന്നത്, ടെൻഷനും കാര്യങ്ങളൊന്നും ഇല്ലാതെ. അല്ലെങ്കിൽ അവൻ അവിടെ ആകുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അവൻ ഒറ്റയ്ക്കേ ഉള്ളല്ലോ, അവൻ എങ്ങനെ മാനേജ് ചെയ്യും എന്നൊക്കെ വിചാരിച്ച്. ഇവിടെ നല്ലൊരു ആക്സിഡൻറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. ബൈക്ക് ഇടിച്ച് തെറിച്ച് പോയിട്ട് ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ അയാൾ മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്കെല്ലാം ദേ ചക്കയാണ് ഇട്ട് വിൽക്കുന്നത്. തമിഴ്നാട്ടിൽ ഒരുപാട് ചക്ക ഇട്ട് വിൽക്കും. കേരളത്തിൽ ഞാൻ ഇത്രയും കണ്ടില്ല. വഴിനീള ചക്ക ഇട്ട് വിൽക്കും. എല്ലാവരും ചക്ക നിർത്തി വാങ്ങിക്കുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് മനസ്സിലായോ? നാരങ്ങയാണ് കേട്ടോ. അപ്പോൾ ഞാനവിടെ ഒരു പെട്രോൾ പമ്പിൽ ഡീസൽ അടിക്കാൻ കയറിയതാണ്. അവിടെ ഒരു മരം നിറച്ച് ഭയങ്കരമായിട്ട് നാരങ്ങ നിൽക്കുന്നു. ഒത്തിരി ഉണ്ട്, അവിടെ ആർക്കും വേണ്ട. അപ്പോൾ നാരങ്ങ ഒരുപാട് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് രസം കണ്ടപ്പോൾ ഞാൻ കുറേ 5-6 പറിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കുഴപ്പമില്ല, പറിച്ചോളാൻ പറഞ്ഞു. അവർക്ക് വേണ്ട, അത് പൊഴിഞ്ഞു വീഴുക താഴെയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചുമ്മാ ഒരു രസത്തിന് കുറേ നാരങ്ങ പറിച്ചു. നല്ല രസം ഉണ്ടായിരുന്നു, കണ്ടില്ലേ. ഭയങ്കര മണവും ഉണ്ട്, കാരണം പച്ച നാരങ്ങ ആയത് കാരണം നല്ല മണം. അങ്ങനെ ഞങ്ങൾ എൻ്റെ പൊന്നുമക്കളെ ഞങ്ങൾ ചെന്നൈയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ചെന്നൈയിൽ എത്തിയപ്പോൾ ഭയങ്കര സന്തോഷം. ഇനിയും ഓടാനുണ്ട് 4 hours നമ്മുടെ വീട്ടിലേക്ക്. എന്നാലും ചെന്നൈ കയറിയപ്പോൾ ഒരു സന്തോഷം, ചെന്നൈ ആയെന്നുള്ളൊരു സന്തോഷം ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെത്തിയെന്ന് പറയുന്നൊരു സന്തോഷം ഞങ്ങൾക്ക് ഉണ്ടല്ലോ. ആ ഒരു സന്തോഷം. ഞങ്ങൾ ചെന്നൈ സെറ്റിൽഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നാട്ടിനേക്കാളും ഞങ്ങൾക്ക് ഇഷ്ടം ചെന്നൈയിലാണ് ഇവിടെ ഇഷ്ടം. പിന്നെ നാട്ടിലുള്ളവരെല്ലാം കാണാൻ നമുക്ക് പോകണ്ടേ, ആരെയും മറക്കാൻ പറ്റത്തില്ലല്ലോ. അത് കാരണം നാട്ടിലും പോകും. ഇവിടെയാണ് ഞങ്ങൾ സെറ്റിൽഡ്. മക്കൾ പഠിക്കുന്നതും എല്ലാം ചെന്നൈയിലാണ്. ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ സ്പൂൺസിലാണ് എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ സ്പൂൺസിൽ നമ്മുടെ സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു. കാരണം 10 days റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്തത് കാരണം ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ വന്ന് കയറുന്നത് റെസ്റ്റോറൻറ്റിലോട്ടാണ് വന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങൾ വന്ന സന്തോഷത്തിൽ എല്ലാവരും നിൽക്കുകയാണ്. അപ്പം ഫുഡ് ഞങ്ങൾ കഴിച്ചിട്ടില്ലായിരുന്നു. കാരണം ഇവർ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കേണ്ട, ഞങ്ങളിവിടെ എല്ലാം ഫുഡ് നിങ്ങൾക്ക് വേണ്ടി അറേഞ്ച് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ അവരെല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് കഴിക്കുന്നില്ല, പാക്ക് ചെയ്ത് തരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാം പാക്ക് ചെയ്തുകൊണ്ട് ഞങ്ങളെ വണ്ടി കൊണ്ട് വെച്ച് തരാൻ വേണ്ടി വരുവാണ്. ഇതെല്ലാം നമ്മുടെ സ്റ്റാഫാണ് കേട്ടോ, നമ്മുടെ റെസ്റ്റോറൻറ്റിലെ സ്റ്റാഫാണ്. ഇപ്പോൾ ഇവരെല്ലാം വണ്ടി കൊണ്ട് വെച്ച് തരുവാണ് നമുക്ക് ഫുഡും കാര്യങ്ങളും ഒക്കെ. അവരെല്ലാം കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളിനി വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അക്കുനെയൊക്കെ കണ്ട ഇതെല്ലാം നമ്മുടെ സ്റ്റാഫാണ്. അവരെല്ലാം അമ്മുനെയും കിച്ചുനെയൊക്കെ കണ്ട സന്തോഷത്തിലാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇവർ പാക്ക് ചെയ്ത് തന്നതാണ്. ഞാൻ അതുപോലെ കൊണ്ടുവന്ന് ടേബിളിൻ്റെ പുറത്ത് കൊണ്ടുവച്ചിട്ട് പോയി കുളിച്ചിട്ട് വന്നു. അതപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയുള്ളത്. പാക്കിംഗ് ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് സാധനങ്ങളാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നതെന്ന് കാണിച്ചു. പപ്പടമൊക്കെ ഉണ്ടായിരുന്നു. പപ്പടമൊക്കെ കവറിൽ കെട്ടിയാണ് തന്നിട്ടുണ്ടായിരുന്നത്. രാത്രി 9:30 ആയപ്പോഴാണ് ഞങ്ങൾ ചെന്നൈയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ തലേദിവസം 11 മണിക്ക് ഇറങ്ങിയതായിരുന്നല്ലോ. ഞങ്ങൾ ഏർവാടി ചെന്നു. അവിടെ ചെന്നിട്ടാണ് ഞങ്ങൾ ചെന്നൈക്ക് വരുന്നത്. അതാണ് ഇത്രയും ലേറ്റ് ആയത് കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് തന്നുവിട്ട ഫുഡ് എന്തൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. 2 സൈസ് മീൻകറി ഉണ്ടായിരുന്നു, പിന്നെ മോരുകറി ഉണ്ടായിരുന്നു, ഫിഷ് ഫ്രൈ ഉണ്ടായിരുന്നു, പപ്പടം ഉണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറന്നു പോകരുത് കേട്ടോ. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നമുക്ക് നെക്സ്റ്റ് കാണുന്നത് വരെ ബൈ ബൈ. താങ്ക് യു.